ഞാൻ അതിനിടാൻ ഉദ്ദേശിക്കുന്ന പേരെന്താന്ന് അറിയാമോ? മസാല റൈസ്. എത്ര രൂപയാ? ജീര റൈസ് 94 രൂപ 1 kg. കുഴപ്പമില്ലാത്ത കൊണ്ടല്ലേ അത് മുഴുവൻ ഇതിലേക്ക് ഇട്ടത്. ഇതൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ടറിയാം. അങ്ങനെ ഫൈനലി നമ്മുടെ റൈസ് റെഡിയായി. ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ നല്ലതാണ്. അപ്പൊ ഞാൻ കുറച്ച് സവോള വഴറ്റുക. അപ്പൊ നിങ്ങൾ ഓർക്കും സവോള വഴറ്റി ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. കംപ്ലീറ്റ് സവാള വഴറ്റല പണി. അപ്പൊ സവോള ഇതിന്റെ ഗ്രേവി തന്നെ പോലെ തന്നെ ഗ്രേവി ഉണ്ടാക്കും. അപ്പൊ എന്തിനാന്നറിയാമോ? ഇതിന്റെ കൂടെ കഴിക്കാനായിട്ടുള്ള സ്പെഷ്യൽ റൈസ്. അതിന് പ്രേക്ഷകർക്ക് പേരിട്ട എന്ത് വേണമെങ്കിലും. ഞാൻ അതിനിടാൻ ഉദ്ദേശിക്കുന്ന പേരെന്താന്നറിയാമോ? മസാല റൈസ്. അല്ലെങ്കിൽ മസാല ചോറ്. അങ്ങനെയാണ്. അപ്പൊ ബസ്മതി ജീരശാല റൈസ് കൊണ്ടാണ് നമ്മൾ ചെയ്യണത്. ചെറിയ റൈസ് കൊണ്ട് ഈ മസാല ഇതിന്റെ തയ്യാറാക്കി വെച്ച് അരി വേവിച്ച് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാ. പക്ഷെ ഇതൊക്കെ വഴറ്റിയെടുക്കണ താമസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പതിവ് പോലെ സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം വഴന്ന് കിട്ടാൻ. ഇത് എന്നാന്നറിയുമോ? ബ്ലാക്ക് കളർ ആക്കണ്ട കേട്ടോ. ചിക്കൻ്റെ ആക്കുന്നത് പോലെ ഡാർക്ക് ആക്കണ്ട. കാരണം ഇത് മസാല ചോറിനുള്ളതല്ലേ. അപ്പൊ അത്രയും ബ്രൗൺ വേണ്ട. പിന്നെ നമുക്ക് ചോറ് അതിലേക്ക് ഇട്ട് ഇളക്കി എടുത്താൽ മതി. ചോറ് ഞങ്ങൾ രാത്രിയിലേ ഉണ്ടാക്കുള്ളൂ. മസാല തയ്യാറാക്കി വെച്ചാൽ പിന്നെ റൈസ് വേവിച്ച് മിക്സ് ചെയ്യാലോ. അതുകൊണ്ടാണ്. അപ്പൊ ഇതില് ഇത് വഴന്ന് കഴിയുമ്പോൾ ടൊമാറ്റോ ഒക്കെ ചേർത്ത് ഇച്ചിരി ഇഞ്ചി ഇപ്പൊ തന്നെ അങ്ങ് അരിഞ്ഞിട്ടേക്കാം അല്ലേ? ഇനി അരിഞ്ഞിടാം അതിലേക്ക്. ചിക്കന് നന്നായിട്ട് ചതച്ച് ചേർത്തിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് ഗരം മസാലയൊക്കെ ഇടുന്ന ഇതിനും മസാല ചോറന്നല്ലേ ഏതായാലും പേരിട്ടേക്കണം. അപ്പൊ അതിനാവശ്യമുള്ള എല്ലാ മസാലകളും ചേർത്ത് മൂടി റെഡിയാക്കി വെക്കണം. അപ്പൊ അതേ സവാള ഒരുവിധം വഴന്നു വന്നു കേട്ടോ. ഇനി അതിലേക്ക് ഒരു ടൊമാറ്റോയുടെ പകുതി മതി. ഒരുപാട് ടൊമാറ്റോ ആകുമ്പോൾ പുളിപ്പ് കൂടില്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ ഹാഫ് കുക്ക് ചെയ്ത് നീ മേടിച്ചിടുന്ന ഗ്രീൻ പീസ് ഇല്ലേ മസാലയ്ക്ക് വേണ്ടി, അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് വഴറ്റി അവിടെ വെച്ചേക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ റൈസ് ശരിയാക്കുമ്പോ നമുക്കത് ചേർത്ത് മിക്സ് ചെയ്യാം. വളരെ എളുപ്പമുള്ള പരിപാടി. അപ്പം മസാല അങ്ങ് തയ്യാറാക്കി വെച്ചാൽ പിന്നെ വൈകിട്ട് റൈസ് മാത്രം ചെയ്താൽ മതിയല്ലോ എന്നോർത്താ ഞാൻ ഇതിലേക്ക് മെനക്കെട്ടത് കേട്ടോ. ഈ മസാല തയ്യാറാക്കലേ ആകുമ്പോ പിന്നെ അത് എല്ലാം കൂടെ ആകുമ്പോ ശരിയാവൂല. പിന്നെ പുളിയൊക്കെ വൈകും നേരം. നോക്കിക്കേ, ഇതൊന്ന് വഴന്നു വരുമ്പോ നമുക്ക് പീസ് ഇപ്പൊ തന്നെ ഇടാം. ഒന്ന് ഇതായിക്കോട്ടെ, ബോയിലായിക്കോട്ടെ. പീസ് ഒത്തിരി വേണ്ട. അപ്പയ്ക്കും ഗ്രീൻ പീസ് ഒത്തിരി ഇടുന്നതിനോട് അത്ര താല്പര്യമില്ല. എനിക്ക് വലിയ ഇഷ്ടക്കുറവില്ല, പക്ഷെ അപ്പയ്ക്ക് ഒരുപാട് ഇഷ്ടമല്ല. നിനക്കും പിന്നെ കുറച്ചിടണമെന്ന് തോന്നണം ഇഷ്ടം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പൊടികൾ ചേർക്കാം. പൊടികള് ഇച്ചിരി കളറ് കിട്ടാൻ വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ സ്വല്പം എരിവ് മുളക് പൊടി, ഗരം മസാല. ഇതാണ് മല്ലിപ്പൊടി ഇല്ല കേട്ടോ ഇതിന്. ഇതാണ് ഇതിന് ചേർക്കണ മസാല. പിന്നെ നമുക്ക് അരി വേവിക്കുമ്പോഴേ അതിലേക്ക് ഗ്രാമ്പൂ ഏലക്ക സ്പൈസസ് എല്ലാം ഇട്ടങ്ങ് വേവിക്കാം. അത് മതി. ഞാൻ ആദ്യം ഓർത്ത് ഇതിലേക്ക് ഇടാന്ന്, പക്ഷെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഇതിലേക്ക് കിട്ടണമെന്നില്ല. മുഴുവനെ ഇടുവല്ലേ. അരി വേവിക്കുമ്പോഴാകുമ്പോ അരിയിലേക്ക് ചോറിലേക്ക് വേവുമ്പോ അത് കയറിക്കോളും. ഇതിൽ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് മറ്റു മസാലകൾ ഇടാം. ഏറ്റവും ഫ്ലെയിം കുറച്ചു കൂട്ടോ. ഞാൻ എപ്പോഴും പൊടി ഇടുമ്പോ ഫ്ലെയിം കുറച്ച് ചെയ്യും. കാരണം എനിക്ക് ഭയങ്കര കരിഞ്ഞു പോവോ അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. കളർ നല്ല രസം. പച്ച ഇത് പറഞ്ഞപ്പോ അല്ലേ, വെളുത്ത പാത്രവും ഗ്രീൻ പീസ് വന്നപ്പോഴാണ് രസം. റെഡും ഗ്രീനും. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി. അത് ഈ മഞ്ഞൾപ്പൊടി ഇടുന്ന എന്തിനാന്നറിയാമോ? ടേസ്റ്റിന് വേണ്ടി മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല അതിലൊരു തനതായ കളറ് മഞ്ഞ രാശി ചോറിനൊക്കെ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി എരിവുമുളക് പൊടി. അത് ഇതിനാവശ്യമുള്ളത്. എരിവുമുളക് പൊടി ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ, പക്ഷേ ഇതിന് ഇച്ചിരി കൂടിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ മൊത്തത്തിലൊരു ഇതങ്ങ ഇട്ടതാണ്. പിന്നെ ഒരു പൊടിക്ക് ഗരം മസാല. ഗരം മസാല നോക്കിക്കോ. ആവശ്യത്തിന് ഇത് മതി. ചിക്കൻ്റെ ഒക്കെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. അത് മതി, ഇതിൽ കൂടുതൽ വേണ്ട. നമുക്ക് പച്ചപ്പ് മാറണം. പച്ചപ്പ് മാറി വെച്ചങ്ങ് ഓഫ് ചെയ്ത് വെച്ച് ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇത് ഓഫ് ചെയ്യുവാണ്. പച്ചമണമൊക്കെ പോയി. ഇതിലേക്ക് 2 പനീറും കൂടെ ഇട്ട അടിപൊളിയാ. പുതിയത് മേടിച്ചതും ഉണ്ട്, അതങ്ങ് ഇട്ടോ. അപ്പൊ പനീർ മസാല റൈസ് ആവും. കുറച്ചിങ്ങ എടുത്തോ, കുഴപ്പമില്ല. വേറെ ഉണ്ട്. ചെറുതാക്കി എടുക്കാം ഇതിലിടമ്പേ.
പോരെ? ആ മതി മതി. ശരിയത് പനീർ മസാല റൈസ്, അതെ അതെ അതെ, വെറും മസാലയല്ല. ഇപ്പം ചെരുവത്തിൽ നിന്ന് അരി വേവിക്കാട്ടോ. അരി പൊട്ടിക്കണ അപ്പം പുതിയ പാക്കറ്റ് ഇന്നലെ കൊണ്ടുവന്നോ. ചൂടത്തങ്ങി ഇരുന്ന അതങ്ങ് അത് വെന്തോളും. നമുക്കില്ലേ അരി വേവിച്ചേച്ച് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അരി ഇടാം, എന്നിട്ട് ഇതൊക്കെ മിക്സ് ചെയ്യും. അപ്പം മീതെ കിടന്നോളൂല്ലേ, അതാണ് നല്ലത്. ഇത് മാറ്റിയേ ചെന്നാ ഇത് ചെയ്യാം. ചെരുവത്തിൽ ഇത് വെള്ളം വെക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കണ്ടേ? പോരെ. എത്ര രൂപയാ? ജീര റൈസ് 94 രൂപ 1 kg. നോക്കട്ടെ 1 kg അല്ലേ? 100 rupees 1 kg ഒന്നും. അതെ 1 kg. അപ്പം ദേ ഞാനത് ഇതിന് എടുത്തൂടെ കഴുകി നീറ്റാക്കി വെച്ചേക്കണത്. അടിപൊളി അടിപൊളി. അപ്പം നമുക്ക് വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ചില സ്പൈസസ് അതിലേക്ക് ചേർക്കണം. ഞാനോട്ട് വണ്ടി വന്നാണ് ഇത് പൊട്ടണം. അതെ ഇത് പൊട്ടണം. ഞാനോട്ട് വണ്ടി വന്നാണ്. അപ്പം നമുക്ക് ഇതിൽ സ്പൈസസ് ഇടാം കേട്ടോ. അത് ഒരു കാര്യം ചെയ്യാം, പൊട്ടായിരിക്കാൻ ഉപ്പടി കിടന്നിട്ടായിരിക്കും. സ്പൈസസ് നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസ് നമ്മുടെയൊക്കെ ഇഷ്ടത്തിന്. ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, തക്കോല. ഞാനിട്ട് ചോദിച്ചില്ല ബിസിനസ് ഉണ്ടോ എടുത്ത് വീടിടണ്ട, നീ എടുത്തു. അരി വേവിക്കാൻ ഇടുവാണേ. 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത് മതിയാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ വേറെ സ്വല്പം റൈസ് വേവിക്കാൻ. വലിയ പാത്രം എടുക്കാൻ മടിയായിട്ടാണ് ഞാൻ അത്ര അങ്ങ് എടുത്തോളൂ. അതുകൊണ്ടാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നാരങ്ങാനീരാണ് ഒഴിക്കേണ്ടത്. പക്ഷെ നാരങ്ങാനീര് ഒറിജിനൽ നാരങ്ങാനീരല്ല, നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് സ്വല്പം ഒഴിക്കുക കേട്ടോ. ചോറിങ്ങനെ കട്ട പോയി പിടിക്കോ ഇരിക്കാതിരിക്കാൻ. ഉപ്പ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി കേട്ടോ. ഇത് മതിയാവും. ഇനി നമുക്ക് വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റാം. അങ്ങനെ മസാല തയ്യാറാക്കിയ തവേന്ന് മസാല കോരി മാറ്റി സ്വല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അരി വെന്തത് ഞാൻ വെള്ളം ഊറ്റിയതാട്ടോ. അതെ അങ്ങ് ചേർക്കുവാണ് ഇതിലേക്ക്. ഇളക്കാൻ ഇച്ചിരി കെണിയാന്ന് തോന്നുന്നു. അമ്മ ഇന്ന് പെടുന്നു തോന്നുന്നു. എന്നെ സംബന്ധിച്ച് ഇളക്കാൻ കെണിയാണ്, പക്ഷെ വൃത്തിയായിട്ട് ഇളക്കണവര് ധാരാളം ഉണ്ടാവും. എനിക്ക് ഇച്ചിരി പ്രശ്നമാണത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ലാത്തോണ്ടല്ലേ അത് മുഴുവൻ ഇതിലേക്ക് ഇട്ടത്. ഇതിലിച്ചിരി ഉണ്ട്. അമ്മ കോമഡികൾ അടിക്കുന്നു. അല്ല അങ്ങനെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം കോമഡി ചിലപ്പോ ഇച്ചിരി ദേഷ്യത്തിലേക്കൊക്കെ വരും. മനസ്സിലായല്ലോ? മനസ്സിലായി. സമയം വൈകിട്ട് 6 സ്റ്റോപ്പാ ഇന്നാ. അതെ 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 അതെ. ഇന്ന് അതിന്റെ ഇടയ്ക്ക് വീഡിയോയോ അപ്ലോഡ് ചെയ്തു, എഡിറ്റ് ചെയ്ത്. അത് നിനക്ക് കുറെ അതുകൊണ്ട് വീഡിയോക്ക് ഡിലേ വന്നു ഇടാനായിട്ട്. കാരണം ഇന്ന് കംപ്ലീറ്റ് കുക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് നമ്മള് നോർമലി 1:30-ക്ക് ശേഷം ഇടാറ്. പക്ഷെ ഷൂട്ടുള്ള ദിവസങ്ങളിൽ ചിലപ്പോ ഒന്ന് വൈകിയേക്കും കേട്ടോ. കംപ്ലീറ്റ് വർക്ക് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ വിശ്രമിക്കാൻ പോയില്ല. അതുകൊണ്ട് അന്നേരം ഒക്കെ വർക്ക് ആയതുകൊണ്ട് അത് പിടിക്കേണ്ടതായിട്ട് വന്നതുകൊണ്ട് കുറെ ഡിലേ ആയിട്ടുണ്ട് കേട്ടോ. അതെ, പക്ഷെ എന്തായാലും നമ്മൾ വീഡിയോ ഇടും ഡെയിലി. അങ്ങനെ മസാല ചേർക്കുവാണ്. മസാല ചേർത്തേച്ചൊന്ന് ഇളക്കണം. ഇതിലെ കുറച്ച് മസാല വേറെ വെതറാൻ വെച്ചേക്കാം. ഇത് വെതറാൻ വെച്ചേക്കാം. ബാക്കി അത് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്താലേ റൈസിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് മീതെ മാത്രം വെച്ചിട്ട് കാര്യമില്ല. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. 4 ഒഴിച്ചതാ. ഏത് സ്പൂണാണ്? ഇച്ചിരി ഭയത്തോടുകൂടിയാണ് അമ്മ ചെയ്യുന്നത്. ആ സമയം മിണ്ടുന്നതല്ല. ഇതൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ടറിയാം. വീഡിയോ എടുക്കണം ബുദ്ധിമുട്ട് പോലെ തന്നെ ഇതിനുമുണ്ട് ബുദ്ധിമുട്ട്. വീഡിയോ ആൻഡ് എഡിറ്റിംഗ് ഉള്ള പാടില്ലേ, അതുപോലെ തന്നെ ഇതിനും പാടുണ്ട്. എല്ലാ ജോലികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഒരു ജോലിയും ഇൻഫീരിയർ അല്ല. ചെറിയ ജോലി ചെയ്യുകയാണെങ്കിലും അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ട്. ഓഫീസ് വർക്കിന് വേറെ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു കാര്യവും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കില്ല. കൊള്ളാം. കാഴ്ചയില് ഇനി ടേസ്റ്റ് ഇങ്ങനെയൊന്നും എനിക്കറിയില്ല.
മടക്കിട്ട് കേട്ടോ. ഇച്ചിരിയൊക്കെ വീണിട്ടുണ്ട് നിലത്തൊക്കെ. അതിൻ്റെ മറ്റേ വലുതെടുക്കാം, പക്ഷെ അതെടുത്താൽ അതിൽ ഒത്തിരി ഇടാൻ മാത്രം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളാന്ന് വെച്ചത്. കുഴപ്പമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല. അല്ല മിക്സ് ഇത് ഇച്ചിരിയൊക്കെ പുറത്ത് പോയി നിവൃത്തിയില്ല. ഇതിലേക്ക് കുറെ വീണ അതൊക്കെ എടുത്ത് വാരിക്കളയാം. സാരമൊക്കെ ഉണ്ട്, അങ്ങനെ ഇടാൻ പാടില്ല. എനിക്ക് ഇഷ്ടമല്ലാവുന്നു. ചെടി നടുന്നുണ്ടോ ഇന്ന്? ഇതേ ചെടി നട്ടു, കുത്തി വെക്കുന്നില്ല. അതാ ചോദിച്ച ഇത് ചെടി നടുന്നുണ്ടോ വെക്കുന്നില്ല കേട്ടോ. ഇനി ഞങ്ങള് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലതായിട്ട് തോന്നണേ. നല്ല ഞാൻ രുചിച്ച് നോക്കി. രുചിയുണ്ട്. ഇഷ്ടപ്പെട്ടു. ടേസ്റ്റി വെറൈറ്റിയാ. അല്ല ചിക്കനൊക്കെ കൂടെ വരുമ്പോ കുറച്ചും കൂടി ടേസ്റ്റി ആവും. ഇനി അപ്പയുടെ അഭിപ്രായം ചോദിക്കാം കൊടുത്തു കഴിഞ്ഞിട്ട് വൈകിട്ടെ. ഇനി മുകളിൽ ഇടാനുള്ളത് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് ഇടാനുണ്ട് നമുക്ക്. അല്ല ഡെക്കറേറ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഫോമിൽ പടം എടുത്തോളണം. പിന്നെ ഈ ഫോമിൽ കിട്ടൂല, കഴിക്കാൻ നേരത്തെ ചൂടാക്കും. അപ്പൊ ഇതിൽ ഇരിക്കൂല കേട്ടോ. ഇടാൻ പോവാ ഡെക്കറേഷൻ. ചെടി ഇളക്കി വെച്ചു. ചെടി നടണ്ടാന്ന് വിചാരിച്ചു, ചെടി സ്പ്രെഡ് ചെയ്തു. അതെ, തവണ അങ്ങനെ ആവട്ടെ. എല്ലാ തവണയും ചെടി നടാറാ പതിവ്. തവണ നട്ടില്ല. നീ പറഞ്ഞ പോലെ ഒരു വ്യത്യസ്തത. അതെ. അങ്ങനെ ഫൈനലി നമ്മുടെ റൈസ് റെഡിയായി അല്ലേ? ഇനി നമുക്ക് കഴിക്കാൻ എടുക്കാം. ഇത് ഫെസ്റ്റിവൽ സീസണിനോ അല്ലെങ്കിൽ വെറുതെ വീക്കെൻഡ്സിനൊക്കെ നമുക്കൊന്ന് ചെയ്യാനൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ നല്ലതാണ്. നെയ്യൊക്കെ ചേർക്കണതല്ലേ, നല്ലതാ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വൈകിട്ട് ഇതിന്റെ കൂടെ കഴിക്കണ തൈര് സാലഡും ചിക്കൻ റോസ്റ്റ് എന്നാന്ന് വെച്ചാൽ ചിക്കൻ്റെ ഐറ്റം. അപ്പൊ ഇപ്പൊ സ്വല്പം വേറൊരു തവ തരാം, നിനക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാം. അതെ, അങ്ങനെ സോസറിലിട്ടാ മതി കേട്ടോ. എടുക്കുവാണ് കഴിക്കാൻ. ആ ഒരു സെറ്റ് മതി, അത് മതി. ഇനി നമ്മൾക്ക് ഡിന്നറിൽ കഴിക്കാനുള്ളതല്ലേ. മതി. ചിക്കൻ ചെറിയ പീസ് ഇട്ടാ മതി കേട്ടോ. പനീർ എനിക്കും പനീർ ഇഷ്ടം, അപ്പയ്ക്ക് പനീർ അത്ര ഇഷ്ടം. അപ്പയോട് പറയണ്ട പനീർ ഉണ്ടെന്ന്. ഭക്ഷണ കാര്യങ്ങൾ പറ്റിക്കാൻ പറ്റും. അതെ, പറ്റില്ല. അപ്പ കണ്ടുപിടിക്കും. ഞാൻ അങ്ങോട്ട് വരാം. ചിക്കൻ നല്ല സൂപ്പറായിട്ടോ. അപ്പൊ അടിപൊളി. ഗ്രേവി വേണം. മതി, ഇത്രയും മതി. പീസ് ഇടണ്ടേ? വേണ്ട, മതി, ഇത് മതി. കഴിച്ചേച്ച് നീ അഭിപ്രായം പറഞ്ഞു. റൈസ് സൂപ്പറാ, നല്ല റൈസാ. അപ്പൊ ഞാൻ കഴിച്ചിട്ട് പറയാട്ടോ. കഴിച്ചിട്ട് പറഞ്ഞോട്ടോ. ഞാൻ മസാല റൈസ് കഴിക്കുന്നത്, പനീർ ഗ്രീൻ പീസ് മസാല റൈസ് കഴിക്കുന്നത് ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. കണ്ടോ, നല്ല രസമുണ്ട്. ഞാനത് നേരത്തെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു. നല്ല രുചിയുണ്ട്. ഒരു വെറൈറ്റിയാണ്, ബിരിയാണിയൊന്നും അല്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. ട്രൈ ചെയ്യാവേ. നല്ല രുചിയാണ്. ഇതിനകത്തുള്ള നെയ്യ് എന്തായാലും വേണം. അതാണ് ഇതിൻ്റെ രുചി എൻഹാൻസ് ചെയ്യുന്നത്. പിന്നെ സൈഡായിട്ട് ഇതുപോലെ ചിക്കൻ റോസ്റ്റോ അല്ലെങ്കിൽ വെജിറ്റബിളായിട്ട് തന്നെ എന്തെങ്കിലും കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസറാണ്. തന്നെ കഴിക്കുമ്പോൾ നമുക്ക് വളരെ മൈൽഡായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്യാം. ഒരുപാട് മസാലകളൊന്നും നമ്മളങ്ങനെ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് സാലഡൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. എന്തുതന്നെയായാലും ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ ഇതൊരു സൂപ്പർ ഡിഷാണ്. അതുപോലെ വീക്കെൻഡുകളിൽ നമുക്ക് ചില്ല് ചെയ്ത് ഇരിക്കുന്ന ടൈമിൽ ഉണ്ടാക്കാനായിട്ടും ഇത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ചിക്കൻ അടിപൊളിയാണ് കേട്ടോ, നല്ല ചിക്കനാണ്, നല്ല രുചിയുണ്ട് ചിക്കൻ. നാടനായതുകൊണ്ടേ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം, ഉണ്ടാക്കി നോക്കാം. പനീരൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം, ഗ്രീൻ പീസ് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. അങ്ങനെയുള്ള അഡീഷൻസ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് വരുത്താം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ.